ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യജീവിതം സന്തോഷങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസം നിറഞ്ഞ ഘട്ടങ്ങളിലും സന്തോഷാവസരങ്ങളിലുമൊക്കെ ദൈവത്തെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നതാണ് വിശ്വാസികളോട് ദൈവം തമ്പുരാൻ കൽപ്പിച്ച കാര്യം. സന്തോഷ സന്ദർഭങ്ങളിൽ നന്ദിയുള്ളവരായി ഏത് സന്ദർഭത്തിലും നിർഭയത്വത്തോടും ധീരമായ സമീപനത്തോടും കൂടി നിലയുറപ്പിക്കുക എന്നതായിരിക്കണം വിശ്വാസികളുടെ നിലപാട്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന അവർക്ക് ഭയവും ആശങ്കയുമില്ലാത്ത ഒരു ജീവിതമുണ്ടാകുമെന്ന് വിശുദ്ധ വേദം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, എന്നിട്ടതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, ആകാശലോകങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മാലാകമാർ അവർക്ക് വേണ്ടി ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹ്സനു, അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. മാത്രമല്ല വ അബ്ശിറൂ ബിൽ ജന്ന, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ട് എന്നവർക്ക് സുവാർത്ത അറിയിക്കുകയും ചെയ്യുക. അത്രമാത്രം സന്തോഷത്തോടുകൂടി നിലയുറപ്പിക്കേണ്ടുന്ന, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവമാർഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് പ്രദാനം ചെയ്യപ്പെടുന്നത്. എപ്പോഴും പ്രതീക്ഷയോടുകൂടി, സഹനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുക. ഇതിനാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോഴാണ് നിർഭയത്വമുണ്ടാകുന്നത്. ഏതു കാര്യവും പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ പടച്ചവനിൽ ഭരമേൽപ്പിക്കുന്നു എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നിലപാട്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുന്നു, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ സുരക്ഷയും വാഗ്ദാനം ചെയ്തത് നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നത് ജനങ്ങളിൽ നിന്ന് നിന്നെ നാം സുരക്ഷിതമാക്കും എന്നാണ്. ഇത് ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനോട് ഏറ്റുമുട്ടിയ സമയത്തും സ്വേച്ഛാധിപത്യത്തോടുള്ള വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ഏറ്റുമുട്ടിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സഈദ് ബിൻ ജുബൈർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏകാധിപതിയായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. എന്താടോ നിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ സഈദ് ബിൻ ജുബൈർ എന്ന് പറയുമ്പോൾ അതല്ല നിന്റെ പേര്, ഷഖീ, പിന്നെ നിർഭാഗ്യവാന്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മാക്കാണ് നിന്നെക്കാളേറെ എൻ്റെ പേരറിയുക എന്ന് ധീരമായി സംസാരിക്കുന്ന മഹാനായ സഈദ് ബിൻ ജുബൈറിനെ നാം ചരിത്രത്തിൽ വായിക്കുന്നു. ആ സഈദ് ബിൻ ജുബൈറിനെ ഖിബിലക്ക്, കഅബാലയത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വധിക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ഏകാഗ്രചിത്തനായി എൻ്റെ കണ്ണുകളെ, എൻ്റെ മുഖത്തെ, എൻ്റെ നെറ്റിത്തടത്തെ ദൈവത്തിലേക്ക് ഞാൻ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാചകം. ഇത് കേട്ട് ഹജ്ജാജ് ബിൻ യൂസുഫും കിങ്കരന്മാരും അദ്ദേഹത്തിനെ മാറ്റിക്കിടത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു കിഴക്കനല്ല, അല്ലാഹു പടിഞ്ഞാറനല്ല, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു കിഴക്കനല്ല, അള്ളാഹു പടിഞ്ഞാറനല്ല, അള്ളാഹു തെക്കനല്ല, അള്ളാഹു വടക്കനല്ല. ഇത് കേട്ടപ്പോൾ കൂടുതൽ കോപത്തോടു കൂടിയിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് ആക്രോശിക്കുന്നുണ്ട്. ഒരു ഭൂമിയിൽ കുഴി കുഴിച്ചിട്ട് അദ്ദേഹത്തിന് ആ കുഴിയിലേക്ക് ആഴ്ത്തു എന്ന് പറയുമ്പോൾ ഏകാധിപതിയായ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ സഈദ് ബിൻ ജുബൈർ പറയുന്നുണ്ട്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. ഹജ്ജാജ് ബിൻ യൂസുഫ്, നീ മനസ്സിലാക്കണം, ഞങ്ങൾ മണ്ണിൽ നിന്നുള്ളവരാണ്, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്, ആ മണ്ണിൽ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് എന്ന് പറയുന്നു. അദ്ദേഹം പിന്നീട് കൈകൾ ഉയർത്തി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, പടച്ച തമ്പുരാനെ, ഇത്തരത്തിലുള്ള ഏകാധിപതികൾക്ക് ഇനിയും നീ അവസരം നീട്ടി നൽകരുതേ എന്ന്
പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞ് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കിങ്കരന്മാർ അദ്ദേഹത്തിൻ്റെ തലയും ഉടലും വേർപ്പെടുത്തുകയാണ്. പക്ഷേ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഹജ്ജാജ് ബിൻ യൂസുഫിന് പിന്നെ മര്യാദക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 2 മാസത്തിലധികം പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല എന്നും ചരിത്രം പറയുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏകാധിപതികളുടെ മുമ്പിലൊക്കെയും എഴുന്നേറ്റ് നിന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവർ നിർഭയത്വത്തോടുകൂടി സർവം ദൈവത്തിൽ സമർപ്പിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ ജീവിതത്തെ അഭിമുഖീകരിച്ചവരായിരുന്നു. മഹാനായ മുഹമ്മദ് ബിൻ ഹംബൽ അങ്ങനെയായിരുന്നു. കൊരടാവ് കൊണ്ട് അടികെട്ടി വേദന കൊണ്ട് പുളയുന്ന നേരത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇമാം അഹ്മദ് നീ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ, എൻ്റെ വിശ്രമം വലതുകാൽ സ്വർഗത്തിലേക്ക് വെക്കുമ്പോഴാണ് എന്ന് പറയുന്ന രക്തസാക്ഷ്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മർദ്ദിതരും പീഡിതരുമായവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നിരവധി പേർ ചരിത്രത്തിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കത് ധാരാളമായി പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ഖുർആൻ എടുത്തു പറഞ്ഞതാണ് ഭയം എന്ന് പറയുന്നത്. സ്വേച്ഛാധിപത്യ ഭരണാധികാരികളും ലോകത്തെ കിങ്കരന്മാരും ഉൽപ്പാദിപ്പിക്കുന്ന ഭയം അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഭയം സൃഷ്ടിച്ച് അതിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരോട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലൂടെയും അതുപോലെ ക്ഷമയിലൂടെയും സഹനത്തിലൂടെയും ദൈവത്തിൽ അഭയം തേടണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും സഹനം ചെയ്യുന്നവരുടെ കൂടെയാണ് പടച്ചതമ്പുരാൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസവും സഹനവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും നമ്മെ പേടിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറയുന്നത്, ഫലാ തഖ്ശവും വഖ്ശൗനി, നിങ്ങൾ വേറെ ആരെയും ഭയപ്പെടരുത്, എന്നെ മാത്രം ഭയപ്പെടുക. അവൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും അതിൽ അവൻ്റെ മാർഗത്തിൽ മാത്രം കർമ്മനിരതരാവുകയും ചെയ്താൽ അത്തരം ഒരാളുകളെ അള്ളാഹു രക്ഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ ലോകം മുഴുവൻ നിങ്ങളെ ഭയപ്പെടും. അള്ളാഹു അല്ലാത്തതിനെ ഭയപ്പെട്ടാൽ ലോകത്തിലെ മുഴുവൻ നിങ്ങൾ ഭയക്കുമെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, 2 തുള്ളികൾ, 2 അടയാളങ്ങൾ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. ഒന്ന്, അള്ളാഹുവിനെ ഭയന്ന് രാത്രികാലങ്ങളിൽ പകൽ സമയങ്ങളിൽ പടച്ചറബിനെ ഭയന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളിയാണ് ഒന്ന്. 2, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റിറ്റിയ രക്തത്തുള്ളികളാണ്. 2 അടയാളങ്ങളിൽ ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റ പരിക്കുകളാണ്. 2 അള്ളാഹുവിന് വേണ്ടിയുള്ള ഏതെങ്കിലും നിർബന്ധ അനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണത്തിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന പീഡനങ്ങളും ആക്ഷേപങ്ങളെയും ഭയക്കാതിരിക്കുക, ധൈര്യപൂർവ്വം അതിനെ അഭിമുഖീകരിക്കുക. ഭയന്ന് പിന്മാറുകയാണെങ്കിൽ അള്ളാഹു മറ്റൊരു സംഘത്തെ കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാരുമില്ലാതെ സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ മക്കയാകുന്ന മണ്ണിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന നേരത്ത് സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ആരാണ് നമുക്ക് നമ്മോടൊപ്പമുള്ളത്, ആരാണ് നമ്മെ സഹായിക്കുക എന്ന് പറയുമ്പോൾ സന്തത സഹചാരിയായ അബൂബക്കറിനോട് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, മൂന്നാമനായി അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മെ കൂടെയുണ്ട് എന്ന ബോധം കാത്തു സൂക്ഷിച്ചപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഏറ്റവും സധൈര്യത്തോടുകൂടി മുന്നേറാൻ കഴിഞ്ഞത്. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറോവയുടെ സൈന്യവും ഉണ്ടായപ്പോഴും അദ്ദേഹം കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എന്നെ വഴി നടത്തും എന്ന് പറയാനുള്ള
ഒരു മുസ്ലിമിന് അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഒരു വിശ്വാസിക്ക് അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അവന് അനീതിക്കെതിരെ പോരാടാനുള്ള ശബ്ദമുണ്ടാകും. മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള ശബ്ദം അവനുണ്ടാകും. ഈ നിർഭയത്വമാണ് ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടാകേണ്ടത്. രബീബിന് ആമിർ എന്ന് പറയുന്ന കട്ടറബിയായ മനുഷ്യൻ പേർഷ്യയിലെ കൊട്ടാര കൊത്തളത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ചക്രവർത്തി ചോദിക്കുകയാണ്, ഈ കാട്ടറബിയെ തടഞ്ഞു നിർത്തുക, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് എൻ്റെ മുന്നിൽ വരാൻ എങ്ങനെയാണ് ധൈര്യം വന്നത് എന്ന്. അപ്പോൾ രബീബിന് ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, പൊട്ടിയ വാളും കീറിപ്പറഞ്ഞ വസ്ത്രവും ചെരുപ്പിടാത്ത പാദവുമായി നിന്റെ മുമ്പിൽ വന്നു നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് ഈ വിശ്വാസമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ വിശ്വാസമാണ് നമുക്ക് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് കഴിയുന്നത്. ലോകത്ത് മുഴുവൻ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് നമ്മുടെ ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ മേൽക്കൂരകൾക്ക് മുകളിലും വന്നു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഭയപ്പാടില്ലാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ, ആശ്വാസത്തിൻ്റെ തെളിനീർ കാണണമെങ്കിൽ, സന്തോഷത്തോടുകൂടി നിൽക്കണമെങ്കിൽ പടച്ചവനിലുള്ള ദൃഢവിശ്വാസവും ആ നിർഭയത്വമുള്ള മനസ്സും തവക്കുലാക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയുമാണ് നമുക്കുണ്ടാകേണ്ടത്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.